ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് RBI 90 ക്യൂസ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 100% സാക്ഷരത നേടിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപാണ് 100% സാക്ഷരത നേടിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. 10 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഉത്തരം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 10 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം M വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. വ്യക്തികളെ കൂടാതെ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന നൊബേൽ സമ്മാനം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണത്? ഉത്തരം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് വ്യക്തികളെ കൂടാതെ സ്ഥാപനങ്ങൾക്കും കൂടി ലഭിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ എന്ന അഭിമാനകരമായ പദവി നേടിയ ആദ്യ ഇന്ത്യൻ ചെസ് താരം ആരാണ്? ഉത്തരം വിശ്വനാഥൻ ആനന്ദാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി നേടിയ ആദ്യ ഇന്ത്യൻ ചെസ് താരം. എത്ര രൂപയുടെ നോട്ടിലാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്? ഉത്തരം 20 രൂപയുടെ നോട്ടിലാണ് എല്ലോറ ഗുഹയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. 2024 US ഗ്രാൻഡ് സ്ലാം വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? ഉത്തരം അരിന സബലെങ്ക. ജനാധിപത്യത്തിന് ജന്മം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന് ജന്മം നൽകിയ രാജ്യം. ബ്രിട്ടന്റെ പഴയ പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ഋഷി സുനാക് ആയിരുന്നല്ലോ. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം കെയർ സ്റ്റാർമർ ആണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ന്യൂയോർക്കിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം നടക്കാൻ പോകുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം കമല ഹാരിസ് ആണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യൻ വംശജ. പിൻവലിച്ച 2000 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രം എന്തായിരുന്നു? ഉത്തരം ഇന്ത്യയുടെ മാസ് ഓർബിറ്റ് മിഷന്റെ ചിത്രമായിരുന്നു പിൻവലിച്ച 2000 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തത്. 1983 ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചത് ആരാണ്? ഉത്തരം കപിൽ ദേവ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി അറിയപ്പെടുന്ന കാലയളവ് ഏതാണ്? ഉത്തരം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി അറിയപ്പെടുന്ന കാലയളവ്. എന്തുമായി ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ? ഉത്തരം ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1956 സെപ്റ്റംബർ 1. എത്ര രൂപയുടെ നോട്ടിലാണ് കർണാടകയിലെ ഹംപി ക്ഷേത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്? ഉത്തരം 50 രൂപയുടെ നോട്ടിലാണ് കർണാടകയിലെ ഹംപി ക്ഷേത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഉത്തരം ഭാസ്കരയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം രാഹുൽ ഗാന്ധിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഉത്തരം ICC ആണ് ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാടാണ് 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. 2024 പാരീസ് പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ എത്ര മെഡലുകൾ ലഭിച്ചു? ഉത്തരം ഇന്ത്യക്ക് ആകെ 29 മെഡലുകൾ ലഭിച്ചു.
മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബ്രസീലിലാണ് മാരക്കാന ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം 35 വയസ്സാണ് ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ലോക ബാങ്കിന്റെ മേധാവി ആരാണ്? ഉത്തരം അജയ് ബംഗയാണ് ലോക ബാങ്കിന്റെ മേധാവി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.